Hello, dears. Wonders of Science is a chapter taken from AEC 34 Sciences, and it's a speech made by Albert Einstein. അപ്പോൾ ആ ചാപ്റ്ററിൻ്റെ വീഡിയോ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാം. മലയാളം ഇംഗ്ലീഷിലുള്ള വീഡിയോ ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാം. ലെറ്റ്സ് ചെക്ക് ദി ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്. നമുക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഇല്ലാത്തതുകൊണ്ട് അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. പാരഗ്രാഫ് ആൻഡ് എസ്സേ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. പാരഗ്രാഫ് നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ 1 പേജാണ് എഴുതേണ്ടത്. അത് 5 or 6 മാർക്കിനാണ് എക്സാമിന് ചോദിക്കുന്നത്. അത് ഒരു ഷോർട്ട് എസ്സേ പോലെയാണ് എഴുതേണ്ടത്. ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്. സോ അതിൻ്റെ മുകളിൽ നന്നായിട്ട് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. Elaborate on Einstein's perspective on the role of curiosity and playful instincts in scientific discovery. അപ്പോൾ ഐൻസ്റ്റീൻ്റെ ക്യൂരിയോസിറ്റി എങ്ങനെയാണ് സയൻറ്റിഫിക് ഡിസ്കവറിക്ക് വഴിതെളിക്കുന്നത് എന്ന് ഐൻസ്റ്റീൻ പറഞ്ഞത് എങ്ങനെ എലാബറേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. എലാബറേറ്റ് ചെയ്യുക പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യാം. Einstein emphasized the fundamental role of curiosity and playful instinct in scientific discovery, portraying them as the driving forces behind technological advancement. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റിനൊക്കെ കാരണം ഈ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. എന്തുകൊണ്ട് ഇത് ഇങ്ങനെയായി എന്ന് സയൻറ്റിസ്റ്റുകൾ ചിന്തിക്കുന്നതുകൊണ്ട് ആണ് ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിക്കപ്പെടുന്നത്. In his speech, he highlights how divine curiosity and play instinct lead researchers to explore unknown phenomena, resulting in groundbreaking inventions. അല്ലേ? അപ്പോൾ എങ്ങനെയാണ് പ്ലേഫുൾ ഇൻസ്റ്റിങ്ക്റ്റും അതുപോലെ തന്നെ ക്യൂരിയോസിറ്റിയും ഒക്കെ ഒരു അറിയാത്തൊരു കാര്യം കണ്ടുപിടിക്കാൻ സയൻറ്റിസ്റ്റിനെ പ്രാപ്തനാക്കുന്നത്. He illustrates this with historical examples such as Einstein's discovery of electromagnetism, Bell's invention of microphone, and Maxwell's theoretical work on electromagnetic waves. ഈ കാര്യങ്ങളൊക്കെ ആളുകൾ കണ്ടുപിടിച്ചത് ഈ ക്യൂരിയോസിറ്റിയുടെയും പ്ലേഫുൾ മൈൻഡിൻ്റെയും പുറത്താണ്. അതായത് നമുക്കറിയാം എല്ലാ കണ്ടുപിടുത്തങ്ങളും ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഈ ശബ്ദം നമുക്ക് ദൂരെ ഇരിക്കുന്ന ആളുകൾക്ക് സെൻഡ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ അവരെ കേൾപ്പിക്കാൻ പറ്റുക. ഈ ഒരു ക്യൂരിയോസിറ്റിയിൽ നിന്നുമാണ് എല്ലാ കാര്യങ്ങളും ഉടലെടുത്തത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ സയൻറ്റിഫിക് ഇൻവെൻഷൻസ് സാധ്യമായത്. Einstein believes that scientific progress stems not only from necessity but also from an innate human desire to explore, experiment and understand. അപ്പോൾ ഒരു നെസസിറ്റിയിൽ നിന്ന് മാത്രമല്ല, ആവശ്യത്തിൽ നിന്ന് മാത്രമല്ല ഒരു സയൻറ്റിഫിക് ഇൻവെൻഷൻ ഉണ്ടാവുന്നത്. ചിലപ്പോൾ ആവശ്യത്തിൽ നിന്നാവും. ഇപ്പോൾ COVID-19 വാക്സിനൊക്കെ കണ്ടുപിടിച്ചത് ഇറ്റ് വാസ് ദ നെസസിറ്റി ഓഫ് ദ ടൈം. പക്ഷേ ചിലപ്പോൾ ഒരു മനുഷ്യൻ്റെ ഇന്നേറ്റ്, അതായത് ജന്മനാ ഉള്ള ഒരു ആഗ്രഹമായിരിക്കാം ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ കണ്ടെത്തുക, മനസ്സിലാക്കുക എന്നുള്ളതൊക്കെ. അതിൻ്റെ ഒരു ശ്രമഫലമായിട്ട് അല്ലെങ്കിൽ അതിനെ പെർസ്യൂ ചെയ്തിട്ടാണ് അവർ പല കണ്ടുപിടുത്തങ്ങളും നടത്തുന്നത്. This perspective aligns with his own experiences in theoretical physics, where imaginative thinking led to revolutionary ideas like relativity. അപ്പോൾ ആദ്യം നമ്മൾ ഇമാജിനേഷൻ വേണം. അതായത് ഇങ്ങനത്തെ ഇമാജിനേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിൽ കാണണം, ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവുന്നു, എന്നിട്ട് അതിന് വേണ്ടി ട്രൈ ചെയ്യണം. അങ്ങനെയാണ് തിയറി ഓഫ് റിലേറ്റിവിറ്റി ഒക്കെ ഉണ്ടാക്കിയത് എന്നാണ് ഐൻസ്റ്റൈൻ തന്നെ പറയുന്നത്. He argues that true scientific innovation is not merely mechanical problem solving but rather a creative process fueled by wonder and intellectual play. വെറുതെ പ്രോബ്ലം സോൾവിങ്ങോ മാത്തമാറ്റിക്കലോ ഫിസിക്കലോ ഒന്നുമല്ല ഈ ഇൻവെൻഷൻ എന്ന് പറഞ്ഞാൽ. ഭയങ്കര ക്രിയേറ്റീവ് പ്രോസസ്സാണ്. ഒരു സാധനം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു വെച്ചാൽ ഒരുപാട് ക്രിയേറ്റീവ് ആവണം സയൻറ്റിസ്റ്റ്. By valuing curiosity, Einstein champions a mindset where scientific inquiry remains an inspiring, unrestricted pursuit rather than utilitarian endeavor. അപ്പം ഐൻസ്റ്റൈൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സയൻറ്റിഫിക് ഇൻക്വയറി എങ്ങനെയാണ് എപ്പോഴും ഇൻസ്പയറിംഗ് ആണ്, മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്നതാണ്, അല്ലേ? അതായത് നമ്മൾ മുമ്പത്തെ സയൻറ്റിസ്റ്റുകളുടെയൊക്കെ കണ്ടുപിടുത്തങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് ആ ഒരു പ്രചോദനമാണ്, നമുക്കും അതുപോലെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സയൻറ്റിസ്റ്റ് ആവണം എന്നൊക്കെ ചെറിയ കുട്ടികളൊക്കെ പറയാറുണ്ട്. അതുപോലെ തന്നെ യൂട്ടിലിറ്റേറിയൻ എൻഡീവർ, അതായത് ഇത് വെറുതെ നമുക്ക് ഉപയോഗിക്കാനുള്ള ഒരു സാധനമാണെന്ന് നമ്മൾ വിചാരിക്കുന്നതിന് പകരം ഇങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ട്, അപ്പം നമുക്കും അതുപോലെ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ചിന്തിക്കണം. What worries Einstein about science being misused?
അപ്പോൾ സയൻസിനെ ചില ആളുകൾ മിസ്യൂസ് ചെയ്യുന്നുണ്ട്, വേണ്ടാത്ത കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ട്, അല്ലെങ്കിൽ മനുഷ്യന് നന്മയില്ലാത്ത കുറേ കാര്യങ്ങൾ കണ്ടെത്തിയിട്ട് തന്നെ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അതിനെ പറ്റിയിട്ട് എന്താണ് ഐൻസ്റ്റീൻ്റെ വെറി? ഐൻസ്റ്റീൻ ഒരുപാട് വെറീഡാണ് അതിനെപ്പറ്റി. Einstein warns against the misuse of scientific knowledge, emphasizing that technological advancement should be accompanied by ethical awareness. സയൻറ്റിസ്റ്റുകൾക്ക് ഒരു എത്തിക്സ് ഉണ്ടാവണം. അപ്പോൾ എന്താണ്, ഇങ്ങനെ അഡ്വാൻസ്മെന്റ് ഉണ്ടാകുമ്പോൾ തോക്ക് കണ്ടുപിടിക്കുക, തോക്കുകൊണ്ട് ഒരുപാട് ആളുകളെ വെടിവെച്ച് കൊല്ലുക, ആ രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങളല്ല ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ് ഐൻസ്റ്റൈൻ പറയുന്നത്. He criticizes those who benefit from scientific achievements without understanding their implications, comparing them to a cow that eats plants without knowing botany. അപ്പോൾ നമ്മളിപ്പോൾ സയൻറ്റിഫിക് ഇംപ്ലിക്കേഷൻസ്, അതായത് ഒരുപാട് കാര്യങ്ങൾ നല്ല രീതിയിൽ കണ്ടെത്താൻ പറ്റും. അതില്ലാത്ത കണ്ടുപിടുത്തം എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു പശു പുല്ല് തിന്നുന്ന പോലെയാണ്. അതിൻ്റെ ബോട്ടണിയോ ബയോളജിയോ ഒന്നും അറിയാതെയാണ് പശു എന്ത് ചെയ്യുന്നത്, പുല്ല് തിന്നുന്നത്. പുല്ലിൻ്റെ രാസനാമമൊന്നും പശുവിന് അറിയില്ല. അതുപോലെ this analogy highlights his concern about society's passive consumption of technology without reflection on its consequences. അപ്പോൾ സൊസൈറ്റി, ചില ആളുകൾ എന്താണ്, കണ്ടുപിടുത്തത്തെ പറ്റിയിട്ടൊന്നും ബോധറാവില്ല. അവരുടെ സുഖം മാത്രം, അതായത് ഇപ്പോൾ ഫാൻ എന്ന് പറഞ്ഞു വെച്ചാൽ നമുക്ക് കാറ്റുകൊള്ളാനൊരു ഉപകരണം, ആര് കണ്ടുപിടിച്ചു, അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർ ദേ ആർ നോട്ട് അറ്റ് ഓൾ റെഡി ടു എൻക്വയർ. അപ്പോൾ അത് എങ്ങനെയാണ്, ഒരു പശു പുല്ല് തിന്നുന്ന പോലെയാണ്, വിത്തൗട്ട് നോയിങ് ദ ബോട്ടണി ഓഫ് ദോസ് പ്ലാന്റ്സ് എന്നുള്ളതാണ് ഐൻസ്റ്റൈൻ പറയുന്നത്. While celebrating radio as a communication marvel, Einstein subtly acknowledges that scientific progress, if misused, can have detrimental effects. അപ്പോൾ നമ്മളിപ്പോൾ സയൻറ്റിഫിക് നോളേജിനെ, റേഡിയോയുടെ കാര്യം, ഇപ്പം നമ്മൾ ഈ സ്പീച്ച് എന്ന് പറഞ്ഞാൽ തന്നെ റേഡിയോയിലൂടെയാണ് ഐൻസ്റ്റൈൻ സംപ്രേഷണം ചെയ്യുന്നത്. റേഡിയോയിലൂടെ ഉണ്ട്, അതുപോലെ തന്നെ ഗാദറിങ്ങിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഈ റേഡിയോ ആണ് അന്നത്തെ ഏറ്റവും വലിയ കണ്ടുപിടുത്തമായിട്ട് പറയുന്നത്. അപ്പോൾ റേഡിയോയുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഈസി ആക്കുന്നു. അതുപോലെ തന്നെ അത് വലിയൊരു സയൻറ്റിഫിക് പ്രോഗ്രസ് ആണ്. പിന്നെ അതും പക്ഷേ മിസ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഡെട്രിമെൻ്റൽ എഫക്ട്സ്, അല്ലേ, ഒരുപാട് ബുദ്ധിമുട്ടുളവാക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. His apprehension is particularly relevant in the context of his time, as rapid advancements in physics and engineering were leading towards military applications, including the eventual material benefits, and to consider the moral responsibility that comes with it. അതുപോലെ തന്നെ ന്യൂക്ലിയർ വെപ്പൺസ് ഒക്കെ ഉണ്ടാക്കുക, മിലിറ്ററി ആപ്ലിക്കേഷൻസ്, അതൊക്കെ ബാഡ് യൂസ് ഓഫ് ടെക്നോളജിയാണ്. അപ്പോൾ അതിലൊന്നും ഐൻസ്റ്റൈൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഐൻസ്റ്റൈൻ urges individuals to appreciate science beyond its material benefits and to consider the moral responsibility that comes with it. അല്ലേ, അപ്പോൾ സയൻസിനൊരു മോറൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, നല്ല കാര്യങ്ങൾ ഉണ്ടാക്കുക, സമൂഹത്തിന് നന്മയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ. His speech serves as a reminder that scientific knowledge, if wielded irresponsibly, can contribute to division and destruction rather than enlightenment and progress. റെസ്പോൺസിബിലിറ്റിയോട് കൂടെ അല്ല ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ സയൻറ്റിഫിക് ഇൻവെൻഷൻ നല്ല കാര്യത്തിനല്ല, നേരെ മറിച്ച് നാശത്തിനായിരിക്കും ആളുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക. നമുക്കറിയാം ഐൻസ്റ്റൈൻ്റെ E=mc², അല്ലേ, അത് വെച്ചിട്ടാണ് ആറ്റം ബോംബ് ഉണ്ടാക്കിയത്. പക്ഷെ പാവം ഐൻസ്റ്റൈൻ അറിഞ്ഞില്ല ഈ സ്പീച്ച് നടത്തുന്ന സമയത്ത് തൻ്റെ തന്നെ കണ്ടുപിടുത്തം ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്നുള്ളത്. Sketch Einstein's optimism in preserving the radio to bridge cultural and geographical divides. സോ നമുക്കറിയാം റേഡിയോയുടെ കണ്ടുപിടുത്തത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. എങ്ങനെ കൾച്ചറൽ ഡിവൈഡ് ബ്രിഡ്ജ് ചെയ്യും, അതായത് ബാരിയർ അല്ലെങ്കിൽ ആ ഒരു തടസ്സം യോജിപ്പിക്കാൻ റേഡിയോയ്ക്ക് പറ്റും എന്നുള്ളതാണ് ഐൻസ്റ്റൈൻ പറയുന്നത്. കൾച്ചറലും ജിയോഗ്രഫിക്കലും ഒക്കെ ആയിട്ടുള്ള വ്യത്യാസങ്ങൾ. Einstein views the radio as a powerful tool for fostering international understanding, optimism and unity. അല്ലേ, ഇൻ്റർനാഷണൽ ആയിട്ട്, അതായത് ആഗോളതലത്തിൽ ഒരു യൂണിറ്റി ഉണ്ടാക്കാനും ഒരു ശുഭാപ്തി വിശ്വാസവും നന്മ ഉണ്ടാക്കാനും ഒക്കെ റേഡിയോയ്ക്ക് പറ്റും എന്നാണ് ഐൻസ്റ്റീൻ പറയുന്നത്. He expresses hope that radio, unlike the traditional press, will allow people to perceive one another in more authentic and unbiased manner. അപ്പം എന്താ പറയുന്നത്, പ്രസ്സിനെ പോലെ, പത്രത്തെ പോലെയല്ല, ആളുകൾക്ക് ഒരു ബയാസും ഇല്ലാതെ, അതായത് വായിക്കാൻ അറിയാത്ത ആളുകൾക്ക് പത്രം വായിക്കാൻ പറ്റില്ല, പക്ഷേ റേഡിയോ എല്ലാവർക്കും ഒരുപോലെ ആക്സസ് ചെയ്യാൻ പറ്റും.
He criticizes how newspapers often present a distorted nationalistic view of other cultures, leading to misunderstandings, mistrust, and hostility. ന്യൂസ്പേപ്പർ പക്ഷേ തെറ്റായ വാർത്തകൾ, മറ്റുള്ള കൾച്ചറിനെ പറ്റിയിട്ടൊക്കെ തെറ്റായ വാർത്തകളും തെറ്റായ ധാരണകളുമാണ് ആളുകളിൽ ഉണ്ടാക്കുന്നത്. In contrast, radio has the potential to directly transmit voices, music, and ideas from different parts of the world. റേഡിയോയ്ക്ക് പക്ഷേ ഡയറക്റ്റ് ആയിട്ട് മറ്റുള്ള രാജ്യത്തിൽ നിന്ന് അവരുടെ കലാരൂപങ്ങളൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അതുകൊണ്ട് തന്നെ ഈ തെറ്റിദ്ധാരണകളൊക്കെ ഒഴിവാവും എന്നുള്ളതാണ് ഐൻസ്റ്റീൻ വിശ്വസിച്ചിരുന്നത്. Then in contrast, music and parts of the world allowing people to experience foreign culture in their most vivid form and mainly from their amicable side. അല്ലേ? അപ്പോൾ ആളുകൾക്ക് മറ്റുള്ള കൾച്ചറിനെ പറ്റിയിട്ടുള്ള വാർത്ത കേൾക്കുക, വായിക്കുക എന്നൊന്നുമില്ല. ആ കൾച്ചർ എന്താണെന്ന് ഡയറക്റ്റ് എക്സ്പീരിയൻസ് ഉണ്ടാവും. Einstein sees this as a means to reduce xenophobia and promote reconciliation, helping people recognize their shared humanity. Xenophobia ഇല്ലാതെ എന്ന് പറഞ്ഞു. Xenophobia പറഞ്ഞു വെച്ചാൽ fear of strangers or fear of foreigners. അതില്ലാതെയിട്ട് എല്ലാവരും ഒരു പോലെ അല്ലെങ്കിൽ ഒരേ രീതിയിൽ ജീവിക്കാൻ പഠിക്കും. By portraying radio as an instrument of peace, he highlights his belief in science's ability to bridge cultural and geographical gaps, fostering a more interconnected and harmonious global community. അങ്ങനെ ഇതുപോലെയുള്ള നല്ല രീതിയിലുള്ള സയൻറ്റിഫിക് ഇൻവെൻഷൻ കൊണ്ട് ആളുകൾ വളരെയധികം യൂണിറ്റി ഉണ്ടാവുന്നു. അതുപോലെ ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പരസ്പരം കണക്ട് ചെയ്തിട്ടുള്ള സമാധാനപരമായിട്ടുള്ള ഒരു ഗ്ലോബൽ കമ്മ്യൂണിറ്റി ആഗോള സമൂഹം ഉണ്ടായിത്തീരുന്നു എന്നൊക്കെയാണ് ഐൻസ്റ്റൈൻ പറയുന്നത്. എക്സാമിൻ ദ റോൾ ഓഫ് റേഡിയോ ഇൻ ഇന്റർനാഷണൽ റിലേഷൻസ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. Einstein envisions the radio as an essential tool for improving international relations by countering misinformation and fostering global unity. മിസ്ഇൻഫർമേഷൻ ഒന്നും റേഡിയോയിലൂടെ കൊടുക്കാൻ സാധ്യതയില്ല എന്നാണ് ഐൻസ്റ്റൈൻ വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഗ്ലോബൽ യൂണിറ്റിയെ അത് വളരെയധികം സഹായിക്കും, ഗ്ലോബൽ യൂണിറ്റി ഉണ്ടാവാൻ വേണ്ടി. He argues that historically people have understood other nations through the biased lens of their own press, leading to misconceptions and mutual distrust. അപ്പോൾ ന്യൂസ് പേപ്പറിൻ്റെ കാര്യം പറഞ്ഞു. അതുപോലെ ഒരു രാജ്യം മറ്റു രാജ്യത്തെ ആളുകളെ ഒരു വേറെ രീതിയിൽ ഒരു ബയാസോടുകൂടെയാണ് നോക്കുന്നത്. അതുപോലെ തന്നെ അവരെ വിശ്വസിക്കുന്നില്ല. ഇതെല്ലാം റേഡിയോയിലൂടെ മാറും എന്നാണ് ഐൻസ്റ്റൈൻ പറയുന്നത്. Radio, however, provides a direct, unfiltered means of communication, allowing cultures to share their voices and perspectives authentically. അതുപോലെ റേഡിയോ അൺഫിൽറ്റേർഡ് പറഞ്ഞ മറ്റു രാജ്യങ്ങളിലെ കാര്യങ്ങൾ വളച്ചൊടിക്കാതെ റേഡിയോയ്ക്ക് ഡയറക്റ്റായിട്ട് പ്രക്ഷേപണം ചെയ്യാൻ പറ്റും. അപ്പോൾ മറ്റു രാജ്യങ്ങളെ പറ്റിയിട്ടും അവരുടെ കൾച്ചറിനെ പറ്റിയിട്ടും നമുക്കൊരു ധാരണ കിട്ടും. By broadcasting music, speeches, and news across borders, radio enables individuals to appreciate foreign cultures without intermediaries, promoting a sense of shared human experience. അതുപോലെ ഒരു രാജ്യത്തെ മ്യൂസിക്കും അതുപോലെ തന്നെ സ്പീച്ചൊക്കെ മറ്റു രാജ്യങ്ങളിൽ കേൾക്കുമ്പോൾ അപ്പോൾ ആ ഒരു കലാരൂപങ്ങളൊക്കെ ഒരു അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ്, ഒരു സെൻസ് ആ ആളുകളിൽ ഉണ്ടാവും. Einstein sees this as a way to prevent conflicts, as people who understand and empathize with one another are less likely to engage in hostility. അതായത് പരസ്പരം തമ്മിലടിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് തന്നെ ഇത് വളരെ വലിയൊരു നേട്ടമാവും. അതായത് പരസ്പരം തമ്മിലടിക്കുന്ന രാജ്യങ്ങൾ തന്നെ അവരുടെ കൾച്ചറും ഇതൊക്കെ കൂടുതൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരോടൊരു ഇഷ്ടം തോന്നും. അത് ഗ്ലോബൽ കമ്മ്യൂണിറ്റിയെ വളരെയധികം സ്ട്രെങ്തൻ ചെയ്യും എന്നൊക്കെയാണ് ഐൻസ്റ്റൈൻ പറയുന്നത്. In an era marked by rising political tensions, his belief in the radio diplomatic potential reflects his broader advocacy for peaceful coexistence. He sees technology not just as means of convenience but as a vehicle for international goodwill. ഇപ്പോൾ ടെക്നോളജി എന്ന് പറഞ്ഞു വെച്ചാൽ ഇതെല്ലാം, അതായത് വളരെ ബോർഡറായിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവാണുള്ളത്. അതായത് എല്ലാ രാജ്യങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കാനും കണക്ട് ചെയ്യാനും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഗുഡ്വിൽ പറഞ്ഞ അന്തർദേശീയമായിട്ടുള്ള ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ട് റേഡിയോ വളർന്നു വരട്ടെ എന്നുള്ളതാണ് ഐൻസ്റ്റൈൻ ആശംസിക്കുന്നത്. Comment on Einstein as an orator. ഇതൊരു സ്പീച്ചാണല്ലോ.
അപ്പോൾ സ്പീച്ച് പറയുന്ന ആളാണ് ഒറേറ്റർ, സ്പീക്കർ. അപ്പോൾ മൂപ്പരുടെ ആ ഒരു സംഭാഷണ ശൈലിനെ പറ്റിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. Einstein's oratory style blends intellectual depth with accessible persuasive communication. അപ്പോൾ വളരെ നന്നായിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ഐൻസ്റ്റൈന് പറ്റുന്നുണ്ട്. ഒറേറ്ററി സ്റ്റൈൽ എന്ന് പറഞ്ഞ സംഭാഷണ ശൈലി. Unlike conventional public speakers, he does not rely on elaborate rhetoric or dramatic delivery. Instead, he speaks with clarity, logic, and passion for scientific and humanitarian values. മറ്റുള്ളവരെ പോലെ ആളുകളെ ഗ്രാബ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഡ്രമാറ്റിക് ആയിട്ടൊന്നും അല്ല പ്രസൻറ്റ് ചെയ്യുന്നത്, പക്ഷേ വളരെ ക്ലിയർ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ പരസ്പര ബന്ധമായിട്ട് ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതുപോലെ തന്നെ സയൻസിനെയും ബന്ധിപ്പിക്കുകയാണ് എന്തുമായിട്ട്, ഹ്യൂമാനിറ്റേറിയൻ വാല്യൂസുമായിട്ട്. അങ്ങനെ ആളുകൾക്ക് കേട്ടാൽ തന്നെ കേട്ടിരിക്കാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള സ്പീച്ചാണ് ഐൻസ്റ്റീൻ ഇവിടെ നടത്തുന്നത്. In this speech, he appeals to both reason and emotion, using historical examples to illustrate the transformative power of scientific curiosity. അപ്പോൾ ഇമോഷൻ അതുപോലെ തന്നെ ഹിസ്റ്ററിക്കൽ എക്സാമ്പിൾസ് വെച്ചിട്ട് സയൻസിന് എങ്ങനെയൊക്കെ എന്താ പറയുക മാറ്റങ്ങൾ വരുത്താൻ പറ്റും സമൂഹത്തിൽ, സയൻറ്റിഫിക് ക്യൂരിയോസിറ്റി എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളത്, സയൻറ്റിഫിക് ക്യൂരിയോസിറ്റിയിലൂടെയാണ് ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത്, അതിലൂടെ ഒരുപാട് മാറ്റങ്ങൾ സമൂഹത്തിൽ വന്നു കഴിഞ്ഞു. His analogies, such as comparing uninformed users of technology of cows and unaware of botany, highlights his ability to make complex ideas relatable. ഭയങ്കര എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട്, അതായത് ബോട്ടണി, പുല്ലിൻ്റെ ബോട്ടണി അറിയാതെ കൗ പുല്ല് തിന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ രസകരമായിട്ടാണ് സ്പീച്ച് പറയുന്നത്. Moreover, Einstein's speeches often carry a moral dimension, urging audience to consider the ethical responsibilities of scientific progress. അതുപോലെ തന്നെ എത്തിക്കൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് സയൻറ്റിഫിക് പ്രോഗ്രസ്, ആളുകളുടെ എന്താണ് സയൻറ്റിഫിക് പ്രോഗ്രസിൻ്റെ ആ ഒരു എത്തിക്കൽ ആയിട്ടുള്ള വശങ്ങൾ അല്ലേ, അപ്പോൾ ആ കാര്യങ്ങളും കൂടെ സംസാരിക്കുന്നുണ്ട്. അതായത് സമൂഹ നന്മയ്ക്ക് വേണ്ടി ആവണം എന്നൊക്കെ പറഞ്ഞു. ഹിസ് അഡ്വക്കസി ഫോർ ഇന്റർനാഷണൽ കോപ്പറേഷൻ ആൻഡ് ഡെമോക്രസി ഈസ് എവിഡൻറ്റ് ഇൻ ഹിസ് ഓപ്റ്റിമിസ്റ്റിക് വിഷൻ ഓഫ് ദ റേഡിയോ ആസ് എ ടൂൾ ഫോർ റീകൺസിലേഷൻ. While not a traditional orator in the political sense, Einstein's sincerity, intellectual authority, and humanistic approach make his speeches impactful and enduring. അതുപോലെ തന്നെ നല്ലൊരു ഒറേറ്ററാണ്, അതുപോലെ പൊളിറ്റിക്കൽ സെൻസ് ഉണ്ട്, പിന്നെ അതുപോലെ സിൻസിയറിറ്റി, അതുപോലെ അയാളുടെ ഇൻ്റലക്ച്വൽ അതോറിറ്റി, അതുകൊണ്ടൊക്കെ നമുക്ക് എന്താണ് അയാളുടെ സ്പീച്ച് നമ്മൾ കേട്ടിരിക്കും. അതുപോലെ തന്നെ വളരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നൊരു സ്പീച്ചാണ് ഐൻസ്റ്റീൻ നടത്തിയത്. ഇനി നമുക്ക് 2 essay ക്വസ്റ്റ്യൻസ് ആണുള്ളത്. essay ഞാൻ പറയുന്ന പോലെ തന്നെ 2 പുറമാണ് എഴുതേണ്ടത്, 10 മാർക്കിനാണ്, 10 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ 1 എഴുതിയാൽ മതി, ചോയ്സിൽ സീലിംഗ് ഇല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ 1 എഴുതിയാൽ മതി. പാരഗ്രാഫ് നിങ്ങൾക്ക് എത്ര എണ്ണം വേണമെങ്കിലും എഴുതാൻ പറ്റും, മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക പാരഗ്രാഫിൽ. പിന്നെ essay എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാ essayയും പഠിക്കാനൊന്നും പറ്റിയില്ലെങ്കിൽ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു essay നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അതിൻ്റെ ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും ക്വസ്റ്റ്യൻ അനുസരിച്ച് നിങ്ങൾ മാറ്റം വരുത്തുക. Examine the collaborative nature of scientific endeavor as envisioned by Einstein. അപ്പം കൊളാബറേറ്റീവ് നേച്ചർ ഓഫ്, അതായത് സയൻസിൻ്റെ പങ്കാളിത്തം അല്ലേ സമൂഹത്തിൽ എന്തൊക്കെയെന്നുള്ളതാണ് ഐൻസ്റ്റൈൻ പറയുന്നത്. Einstein strongly believed that scientific progress is a collective human endeavor rather than the achievement of isolated individuals. ഒരാളുടെ സ്വന്തം കണ്ടുപിടുത്തമല്ല, അല്ലെങ്കിൽ അയാളുടെ സ്വന്തം നേട്ടമല്ല, സമൂഹത്തിൻ്റെ തന്നെ നേട്ടമാണ് ഒരു കണ്ടുപിടുത്തം എന്ന് പറഞ്ഞാൽ. In his speech, he emphasizes the interconnected contributions of various scientists and engineers, showing how each discovery builds upon the work of predecessors. ഒരാൾക്ക് ഒറ്റയ്ക്ക് ഒരു കാര്യം കണ്ടുപിടിക്കാൻ പറ്റില്ല, അയാളുടെ മുന്നത്തെ ആളുകൾ കണ്ടുപിടിച്ച കാര്യങ്ങളിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത് പുതിയ കാര്യങ്ങൾ. He cites figures such as Sherstad, Maxwell, Hertz, and Bell, illustrating that scientific advancements are cumulative, requiring cooperation across generations and disciplines. ഇപ്പോൾ ഈ സയൻറ്റിസ്റ്റുകളൊക്കെ കണ്ടുപിടിച്ച കാര്യങ്ങളിൽ നിന്നാണ് ഇപ്പോഴത്തെ സയൻറ്റിസ്റ്റുകൾ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത്. Beyond individual contributions, Einstein highlights the role of engineers in democratizing scientific knowledge, making innovations accessible to the public. അല്ലേ, സയൻറ്റിസ്റ്റുകൾ കണ്ടുപിടിച്ച കാര്യങ്ങൾ ഡെമോക്രാറ്റൈസ് ചെയ്യുന്നത്, ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് എഞ്ചിനീയർമാരാണ്, പ്രൊഡക്റ്റുകൾ കൂടുതൽ ഉണ്ടാക്കിയിട്ട്.
He acknowledges that while theoretical scientists lay the groundwork, it is engineers who refine and adapt these discoveries for widespread use, exemplified by the development of radio technology. ഇപ്പോൾ എഞ്ചിനീയേഴ്സ് ആണ് ഇത് മനുഷ്യനിലേക്ക് എത്തിക്കുന്നത്, ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്, കണ്ടുപിടുത്തങ്ങൾ. സയന്റിസ്റ്റുകൾ അതിനൊരു രൂപരേഖ മാത്രമാണ് കൊടുക്കുന്നത്. This recognition underscores his belief that collaboration between different branches of science and technology is essential for meaningful progress. അതുപോലെ സയൻസും ടെക്നോളജിയുടെയും പല ശാഖകളും ഒരുമിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് ഐൻസ്റ്റൈൻ പറയുന്നത്. Einstein's vision of scientific collaboration extends beyond national borders. He sees science as a universal pursuit that transcends political and cultural divisions. His support for international scientific exchange reflects his broader advocacy for global unity, emphasizing that knowledge should serve humanity rather than nationalistic or militaristic interests. അപ്പോൾ ഐൻസ്റ്റൈൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ബോർഡർ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് നമ്മൾ എല്ലാ രീതിയിലും കൾച്ചറൽ ഡിവിഷൻസും അതുപോലെ ബാരിയേഴ്സൊക്കെ ഒഴിവാക്കാനായിട്ട് സയൻറ്റിഫിക് ഇൻവെൻഷൻസ് സഹായിക്കണം, റേഡിയോ പോലെയുള്ള. അതുപോലെ തന്നെ മനുഷ്യരാശിക്ക് നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കണം സയൻറ്റിഫിക് ഇൻവെൻഷൻസ്, അല്ലാതെ മിലിറ്ററി ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടാവരുത്. However, Einstein also warns against complacency, urging society to appreciate and understand the science behind every conveniences. He criticizes those who passively consume technology without recognizing the collective intellectual effort that made it possible. This perspective aligns with the lifelong efforts to promote education and scientific literacy, ensuring that the benefits of scientific progress are widely understood and ethically applied. ഇപ്പം നമുക്കറിയാം, ഒരു കാര്യം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ, ടെക്നോളജിയുടെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതുണ്ടാക്കിയ ആളുകളെ പറ്റി ചിന്തിക്കുന്നത് വളരെ നന്നായിരിക്കും. അല്ലാത്തത് നമ്മൾ കർവിൻ്റെ അനാലജിയൊക്കെ ഉണ്ടല്ലോ, എക്സാമ്പിളൊക്കെ ഉണ്ടല്ലോ, അത് ആലോചിച്ചാൽ മതി ഇവിടെ. അപ്പോൾ സയൻറ്റിസ്റ്റുകൾ സമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. മനുഷ്യന്മാർ അല്ലെങ്കിൽ ഹ്യൂമൻസ് അതിനെപ്പറ്റി ബോധേഡ് ആവണം. In conclusion, Einstein's speech presents scientific advancement as a collaborative and international effort. സയൻസ് ഒരു വ്യക്തിയുടെ മാത്രം നേട്ടമല്ല, ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഒരു ആളുകളുടെ എഫേർട്ടിന്റെ ഒരു നേട്ടമാണ്. He envisions a world where curiosity drives discovery, engineers translate knowledge into practical applications, and technology fosters human connection rather than divisions. അല്ലേ? ടെക്നോളജി മനുഷ്യന്മാരെ കണക്ട് ചെയ്യാനാണ് ഉപയോഗിക്കേണ്ടത്, അല്ലാതെ അവരെ ഡിവൈഡ് ചെയ്യാനല്ല, ഭിന്നിപ്പിക്കാനല്ല. His preservative remains relevant today as modern science continues to rely on interdisciplinary and cross-border collaborations to address global challenges. അപ്പോൾ ഗ്ലോബൽ ചലഞ്ചസും അതുപോലെ തന്നെ ഈ യുദ്ധങ്ങളൊക്കെ ഒഴിവാക്കാൻ സയൻറ്റിഫിക് ഇൻവെൻഷൻസിന് പറ്റും എന്നുള്ളതാണ് ഐൻസ്റ്റൈൻ പറയുന്നത്. അത് മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ. അല്ല, അത് ബോംബുണ്ടാക്കാനും തോക്കുണ്ടാക്കാനും വെടിമരുന്ന് ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് പ്രോബ്ലംസ് ഉണ്ടാവുന്നത്. അതൊരിക്കലും നല്ല സയൻറ്റിസ്റ്റുകളുടെ അല്ലെങ്കിൽ നല്ല സയൻസിൻ്റെ ലക്ഷണമല്ല എന്നുള്ളതാണ് ഐൻസ്റ്റൈൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഒരു എസ്സേയാണ് ഞാൻ എഴുതിയിട്ടുള്ളൂ. ഇത് തന്നെ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ കൺക്ലൂഷൻ മാറ്റിയിട്ട് നിങ്ങൾക്ക് അടുത്ത എസ്സേയിൽ അപ്ലൈ ആവുന്നതാണ്. ഓക്കെ, താങ്ക് യു. നിങ്ങളിത് കേൾക്കുമ്പോൾ നോട്ടിൽ എഴുതി കഴിഞ്ഞാൽ കുറച്ചുകൂടി നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ, ബൈ.